അമേരിക്ക എന്തായാലും ഒരു സൈനിക നടപടിക്ക് മടിക്കില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ആ സൈനിക നടപടി എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിരൂക്ഷമായിട്ട് തിരിച്ചടിക്കും. 12 ദിവസത്തെ യുദ്ധം ഉണ്ടായിരുന്നല്ലോ ഇസ്രായേലുമായിട്ട്, അതുപോലെയൊന്നും ആയിരിക്കില്ല, അതിലും രൂക്ഷമായിരിക്കും ഞങ്ങളുടെ മറുപടി എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഇറാൻ വളരെയധികം തയ്യാറെടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു വിദേശ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക. എന്തായാലും ഒരു വിദേശ ആക്രമണത്തിനുള്ള എല്ലാ സാധ്യതകളും ഇറാനിൽ കാണുന്നുണ്ട്. അതിനെ ഇറാൻ കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്യും. വലിയ ആക്രമണമായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. അത് തിരിച്ചടി ശക്തമായിരിക്കും, ഗുരുതരമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകും, പല രാജ്യങ്ങളും ഇടപെടും. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളതിന് നമുക്ക് വലിയ ആശങ്കയുമുണ്ട്. അത് ലോകരാജ്യങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്യും. അമേരിക്ക അല്ലെങ്കിൽ തന്നെ നടത്തുന്ന അധിനിവേശ സ്വഭാവത്തിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വ്യാപ്തിയുണ്ട്, അതിന് തന്നെ അതിൻ്റെ ഫലമുണ്ട്. അത്രയും വലിയ പ്രശ്നങ്ങളാണ് അമേരിക്ക ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ, വെനിസ്വേലയുടെ കാര്യത്തിലായാലും ശരി തന്നെ, ഇപ്പോൾ അടുത്ത ക്യൂബയും ഇറാനും ഒക്കെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്തായാലും അമേരിക്കയുടെ താല്പര്യം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സൈന്യത്തെ ഇറക്കി പാകിസ്ഥാനിൽ നിർത്തിയിരിക്കുന്നത്, പഞ്ചാബിൽ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അധികം വൈകാതെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പറയാം. പക്ഷെ പാകിസ്ഥാന് മറ്റൊരു ആശങ്ക കൂടിയുണ്ട്. കാരണം സൈന്യം അവിടെ ഉള്ളതും, ഇല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കേണ്ടതും അവിടുത്തെ ആഭ്യന്തര പ്രശ്നം അമർച്ച ചെയ്യേണ്ടതും പാകിസ്ഥാൻ്റെ ഒരു ആവശ്യമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖല ഇറാൻ്റെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഈ ബലൂചിസ്ഥാൻ മേഖല എന്ന് പറയുന്നത്, ബലൂജികൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഇറാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വംശീയ സമൂഹമാണ്. അപ്പോൾ അവരിൽ ഈ സിസ്താൻ എന്ന് പറയുന്ന മേഖലയും ബലൂചിസ്ഥാൻ എന്ന മേഖലയും ഒരുമിച്ചാണ് ഉള്ളത്. അതിങ്ങനെ രണ്ട് രാജ്യമായിട്ട് വിഭജിച്ചു എന്നേ ഉള്ളൂ. അവരുടെ ജനത ഒന്ന് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിലേക്ക് ഈ കലാപം ഇല്ലെങ്കിൽ പ്രക്ഷോഭം വളരാനുള്ള അല്ലെങ്കിൽ പടരാനുള്ള സാധ്യതയുണ്ട്. ഇറാനിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭം അത് ബലൂചിസ്ഥാനിന് കരുത്തേകും. അവിടുത്തെ ഈ പറയുന്ന വിമോചന പോരാളികൾക്ക് കരുത്തേകും, അവിടുത്തെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് കരുത്തേകും. അവർ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പാകിസ്ഥാനെ ബാധിക്കും. പാകിസ്ഥാൻ്റെ ആഭ്യന്തര സമാധാനത്തിനും സുരക്ഷയ്ക്കുമൊക്കെ അത് വലിയ ഭീഷണിയാവും എന്നുള്ള ഭയം പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിലെ നിലവിലുള്ള ഈ പറയുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്തുകയും ഇല്ലായ്മ ചെയ്യണം എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു ആവശ്യമാണ്.